ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് ആണ്. ഞാനും അഖിലും അയ്പ്പനും കൂടെ കുക്കിംഗ് ആണ് മെയിൻ പരിപാടി. ബീഫും കപ്പയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഗൈസ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ബീഫും കപ്പയും നമ്മളെ നാട്ടും പുറത്തുനിന്ന് പുഴക്കരയത് കണ്ടില്ലേ, ഈ പുഴക്കരയിൽ നിന്നാണ് നമ്മുടെ കുക്കിങ്. അപ്പം നമ്മളെ കുക്കിംഗ് നിങ്ങൾ എങ്ങനെയാണെന്ന് പോയി കണ്ടിട്ട് വാ. Hey everyone, welcome. ഫ്രണ്ട്സ്, നമ്മൾ കുക്കിങ്ങിൻ്റെ പരിപാടിയാണ്. ഇപ്രാവശ്യം നമ്മളെ കുക്കിംഗ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ബീഫ് കറിയാണ്. നമ്മൾ ബീഫ് കറിയും കപ്പയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കപ്പയാക്കാൻ പ്ലാൻ ഇട്ടിട്ട് കപ്പ മോശമായി പോയതുകൊണ്ട് കപ്പയാക്കാൻ പറ്റിയില്ല. നമ്മൾ റെഡിമെയ്ഡ് പൊറോട്ട മേടിക്കുമായിരുന്നു. ഈ പ്രാവശ്യം കപ്പയാണ് മേടിക്കുന്നത്. കപ്പയാക്കുന്നത് ഈ അയ്പ്പനാണ്, പിന്നെ ബീഫ് ഉണ്ടാക്കുന്നത് ഞാനാണ്. അപ്പം നമ്മൾ അഖിലിതാ തീ പറിച്ചുകൊണ്ട്, അഖിലിനൊന്നും ക്യാമറയിൽ നോക്കാൻ സമയമില്ല, തീ പറിച്ചുകൊണ്ട് ഇതാ വിറക് കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവനാണ് നമ്മളെ തീ കത്തിക്കുന്ന ആൾ. കണ്ടില്ലേ, ഇവിടെ ഇഷ്ടികയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇഷ്ടിക ഒരു 2 അടുപ്പാക്കാനുള്ള സെറ്റപ്പാണ് കണ്ടില്ലേ. അപ്പം ഈ ബീഫ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്, വെള്ളം എല്ലാം എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇനി നേരെ പരിപാടി തുടങ്ങുവാണ്. ഫ്രണ്ട്സ് കണ്ട അടുപ്പ് കത്തിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കപ്പ, പിന്നെ ഇത് ബീഫിൻ്റെ സാധനം, ഉള്ളി, പച്ചമുളക്, കരിവേപ്പിലൊക്കെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബീഫ് കണ്ടില്ലേ. അപ്പം ഇതാണ് നമ്മളെ കുടിവെള്ളമാണ് എടുത്തിരിക്കുന്നത് കണ്ടില്ലേ. അയ്പ്പൻ ഇവിടെയുണ്ട്, ഞാനുണ്ട്. അപ്പം നമ്മളിനി മിനറൽ വാട്ടർ നമുക്ക് മേടിക്കാം. അപ്പം നമ്മളിനി പരിപാടി ഇതിനി അരിയാൻ വേണ്ടി പോവാണ് അയ്പ്പനും ഞാനും കൂടെ. ഓക്കെ, ചെറുതായിട്ടൊരു പരിക്ക് പറ്റി എനിക്ക്, കൈയൊന്നും മുറിഞ്ഞ് ഈ പാചകത്തിനിടക്ക്. അത് കുഴപ്പമില്ല. ഇതാ നമ്മളെ അയ്പ്പൻ കപ്പ അരിഞ്ഞ് തള്ളുന്നുണ്ട് കണ്ടില്ലേ. നമ്മൾ രണ്ടാളും കൂടിയാണ് ആശുപത്രി പോയിട്ട് വന്നത് കണ്ടില്ലേ. കൈക്ക് ചെറുതായിട്ട് മുറിവുണ്ട്, കുഴപ്പമില്ല. പക്ഷെ എന്നാലും ചോര വരുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഇതാക്കി. ഇനി അഖിലിനെ കൂട്ടുന്നുണ്ട് മുറിക്കാൻ വേണ്ടിയിട്ട്. ബീഫ് അഖിൽ മുറിക്കുന്നുണ്ട്. എടാ അങ്ങനെ തന്നെ കൈ മുറിയായിട്ട് നോക്കണം എടാ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. നമ്മൾ പുഴക്കരയിൽ, നല്ല പുഴക്കരയിൽ ഇങ്ങനെ ഇരിക്കണം നമ്മൾ. ചെറിയ പീസാക്കിയോ, ഞാൻ പറഞ്ഞുതരാം, നീ മുറിച്ച് തുടങ്ങിക്കോ. കണ്ടില്ലേ, അടുപ്പെല്ലാം അവിടെ നിന്ന് കത്തുന്നുണ്ട്, പുകയുന്നുണ്ട്. കണ്ടില്ലേ, നമ്മളാകിൽ ഇവിടെ നിന്ന് അരിഞ്ഞിടുന്നുണ്ട് ബീഫ്. എൻ്റെ കൈക്ക് പരിക്ക് പറ്റിയതുകൊണ്ട് എനിക്ക് എന്തായാലും അരിയൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല കൈസ്, നമ്മളിങ്ങനെ ഇവിടെ അടിപൊളിയായിട്ട് ഒരു ചേഞ്ച് അല്ലേ. അപ്പം നമ്മുടെ കപ്പ നമ്മൾ വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച്, നല്ല വെള്ളം കൂടി ഒഴിച്ചിട്ട് കഴുകുകയാണ്. കണ്ടില്ലേ, നമ്മുടെ അഖിലാണ് കഴുകുന്നത്. അഖിലിനാണ് ഇപ്പം ഞാൻ എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് വർക്ക്. നമ്മൾ അഖിലിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അയ്പ്പനും വന്നിട്ട് അരിയുന്നുണ്ട് കണ്ടില്ലേ. അയ്പ്പൻ ഭയങ്കര എക്സ്പേർട്ടാണെന്ന് ഞാൻ പറയുന്നത്. എനിക്ക് അതിനെ പറ്റി പറയാനില്ല. ഈ വീട്ടിൽ പാചകത്തിലും കൂടെ ഉണ്ടാ അറിയാറൊന്നുമില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നല്ലേ. ഓക്കെ, എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഫ്രണ്ട്സ്, നമ്മുടെ പാചകം ഇവിടെ തുടങ്ങുവാണ് കണ്ടില്ലേ. നമ്മൾ കപ്പയാണ് ആക്കാൻ വേണ്ടി പോകുന്നത്, ആദ്യമായിട്ട് കപ്പ. പിന്നെ അതേപോലെ തന്നെ ഈ അതിന് ഒഴിക്കേണ്ടത് വെള്ളമാണ് ഇനി ഒഴിക്കേണ്ടത്. ഓക്കെ, ഇനി കപ്പയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി കപ്പ വെന്ത് വരണം. മഞ്ഞപ്പൊടിയാണ് ഇടാൻ വേണ്ടി പോകുന്നത്. ഇനി ഉപ്പ് കുറച്ചിട്ടോ, ഉപ്പ് ഇടുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേകണം, എന്നാലേ ഇത് നമ്മൾ സെറ്റായി വരുള്ളൂ. കണ്ടില്ലേ, ഈ കപ്പ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളിങ്ങനെ ആക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബീഫ് മുറിച്ച് സെറ്റായി വരുമ്പോഴത്തേക്ക് കുറേ ടൈം എടുക്കും. അപ്പോൾ ആ ടൈമിൽ കപ്പയായി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടും ഏകദേശം തുല്യ രീതിയിൽ തന്നെ കപ്പയാക്കിയെടുക്കാം. നമ്മൾ ഇവിടെ പാത്രം വെച്ചിട്ടുണ്ട്, കുക്കറിലാണ് നമ്മൾ ആക്കുന്നത്. അതിന് മുമ്പ് നമ്മൾ വെളിച്ചെണ്ണ ഒന്നിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ ഇതിൽ നല്ലോണം വെളിച്ചെണ്ണയിൽ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളി അയ്പ്പനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. വെളുത്തുള്ളിയും കൂടെ നീളത്തിലാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നീളത്തിൽ അരിഞ്ഞു വെച്ചത് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കണ്ടില്ലേ. ഇതിങ്ങനെ മൂത്ത് വരണം. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കേണ്ടത് കണ്ടില്ലേ. നല്ലോണം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ബീഫ് ഇടാൻ വേണ്ടി പോവുകയാണ്. ഇതിലേക്ക് നമ്മൾ ബീഫ് ഇടുവാണ്, അയ്പ്പം ബീഫ് ഇടുവാണ് കേട്ടോ. വൃത്തി കഴുകി വെച്ചിട്ടാണ് ഈ ബീഫ് കണ്ടില്ലേ. നല്ലോണം ഇളക്കി കൊടുക്കണം.
അല്ല അടിക്ക് ഇത് എങ്ങനെ പിടിക്കും ആ സൈഡിലെല്ലാം. ഓക്കെ, ഇനി നമ്മൾ മുളക് പൊടിയാണ് ഇടാൻ വേണ്ടി പോകുന്നത്. മുളക് പൊടി ഇത്രയും മതിയാവും. പിന്നെ ഇനി അടുത്തത് കുറച്ച് ഉപ്പ് ഇടാൻ വേണ്ടി പോകണം. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇടണ്ടോ, ഉണ്ടല്ലേ, ഈ മതി, ഈ ഉപ്പ് മതി. ഇനി കുറച്ച് നമ്മുടെ ഈസ്റ്റേണിൻ്റെ നമ്മൾ കുറച്ച് മീറ്റ് മസാല മേടിച്ചിട്ടുണ്ടതിന്, അത് ഇത്രയും മതി. ശേഷം നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത് മല്ലിപ്പൊടിയാണ്. ഇല്ലേ, മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി. അതിനുശേഷം ഇതെല്ലാം നന്നായിട്ട് ഇളക്കണം. നമ്മുടെ അടുപ്പിൽ കുക്കർ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേപോലെ കപ്പയും വെന്തുകൊണ്ടിരിക്കുന്നുണ്ടല്ല. കുക്കറിൽ ഇതൊരു ബിസിലടിച്ചില്ല. നമ്മളിപ്പോൾ അടുപ്പിൻ്റെ ഷേപ്പ് മാറ്റിക്കണ്ടല്ലോ. നമ്മൾ അടുപ്പ് മര്യാദയ്ക്ക് കത്താത്തതുകൊണ്ട് ഇപ്പം ഇങ്ങനത്തെ ഷേപ്പിലാക്കി നമ്മളിപ്പം വെച്ചത് കണ്ടില്ലേ. അഖിലൊക്കെ അയ്പ്പനൊക്കെ ഇവിടെ ഉണ്ട്. അയ്പ്പ എങ്ങനെയുണ്ട് നമ്മളെ പരിപാടിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതല്ലേ, അയ്പ്പനും കുറേ നാളായി. ഇപ്പം നമ്മൾ കുറേ മുമ്പാണ് നമ്മൾ ഒരു വട്ടം പാചകം ചെയ്തത് അല്ലേ. ഇപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാവും നമ്മൾ പാചകം ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ അതേ ലൊക്കേഷനിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ കാണുന്നത് ഫുള്ളും പുഴയാണ് കേട്ടോ. ഈ കാണുന്ന ഫുള്ളും പുഴയാണ്. ഈ പുഴ അതിൻ്റെ അപ്പുറത്തെ സൈഡിലും പുഴയാണ്. അതെ, ഇന്ന് മലമൂട്ടിലൊക്കെ മഴ പെയ്തുകൊണ്ട് ഇവിടെ കർണാടക ബോർഡർ കേട്ടോ. അങ്ങ് കുറേ പോയി കഴിഞ്ഞാൽ കർണാടകമാണ്. നമ്മളിപ്പം കേരളത്തിൻ്റെ സ്ഥലം തന്നെ, ഫോറസ്റ്റ് ഒന്നല്ല നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതെ, അവിടെ മഴ പെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം. കഴിഞ്ഞ പ്രാവശ്യം ഒഴുക്കൊന്നും ഉണ്ടായില്ല, ഇപ്പം നല്ലോണം ഒഴുക്കുണ്ട് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ അഖിലാണ് ശരിക്കും പറഞ്ഞാൽ തീ കത്തിക്കുന്നത്. അവിടെ ഇവിടെയെല്ലാം പോയിട്ട് ഈ പ്രാവശ്യം അഖിൽ കത്തിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് കത്തിയൊക്കെ കൊത്തി വിറകൊക്കെ കൂട്ടുന്നതിൽ അഖിലാണ് നമ്മുടെ അധ്വാനം ഒക്കെ. അഖിലിനൊരു ബഹുമാനം കൊടുത്തിരിക്കുന്നത് കണ്ടല്ലേ. ഇതാണ് നമ്മൾ അഖിൽ. ഇപ്പം കുക്കറിൽ ഇപ്പോൾ ചെറിയ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പം ബിസിലടിക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് അത് വെള്ളം ഒഴിക്കണം, കുറച്ച് മതി. ഇത് ഓൾറെഡി ബീഫിൻ്റെ വെള്ളം ഉണ്ടാവും. മതി. അപ്പോൾ ഇനി കുറച്ചും കൂടെ നല്ലോണം നമുക്ക് ബീഫിന് ചാറൊക്കെ കിട്ടണമല്ലോ. നല്ലോണം ബിസിലടിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് പ്രശ്നമാണ്. നമുക്കിനി ബീഫ് അടച്ച് മൂടി വെക്കാം. കുക്കറിനെ അടച്ച് വെക്കാം. കപ്പ വെന്തോ നോക്കട്ടെ. കപ്പേൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ടാ ഇപ്പം കൊത്തി അരിഞ്ഞത്, അതുകൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട്. എന്താ അതെ അല്ലേ? ഓക്കെ. അതെ, അങ്ങനെ നല്ല വാങ്ങാം. അല്ലല്ല, ഈ തേങ്ങ ഉണ്ട്. നമ്മൾ ഒരു ചേട്ടൻ വന്നിരുന്നു ഇവിടെ പോത്തിനെ കെട്ടാൻ വേണ്ടി വന്ന ചേട്ടനാണ്. അപ്പോൾ ആ ചേട്ടൻ നമുക്ക് ഒരു തേങ്ങയും കൊണ്ട് വന്നേ ചേട്ടൻ. അപ്പം നന്നായിട്ട് അതിലൊരു പൊങ്ങും തന്നു നമുക്ക്. അപ്പോൾ ആ ചേട്ടൻ ആ വഴി അങ്ങോട്ട് പോയി. അതല്ല, 7 വിസിൽ, ഒരു വിസിലും കൂടെ അടിച്ചു കഴിഞ്ഞാൽ അത് ഓഫാക്കി വെക്കാം. 9 അടിക്കട്ടെ, 9 വിസിലടിക്കട്ടെ. നമ്മുടെ അഖിൽ ഇത് നമുക്ക് പെട്ടെന്ന് നമ്മൾ തേങ്ങാക്കൊത്തിടണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. അന്നേരമാണ് ആ ചേട്ടൻ ഇങ്ങോട്ട് വന്നത് കണ്ടില്ലേ. അപ്പോൾ ഇത് അരിഞ്ഞിട്ട് നമ്മൾ തേങ്ങാക്കൊത്തിടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് വറുത്തിടുമ്പം, ബീഫിൽ വറുത്തിടുമ്പോൾ തേങ്ങാക്കൊത്ത് ഇതിങ്ങനെ അരിയും. ചെറിയ പീസാക്കി അരിഞ്ഞിട്ട് നമ്മൾ തേങ്ങാക്കൊത്താക്കാൻ വേണ്ടി പോകാൻ കണ്ടില്ലേ. നമ്മൾ അഖിലാണ് മരണമാസ കളിക്കുന്നത്. പെട്ടെന്ന് അതല്ലേ. നമ്മളിനി ഇത് വെന്തോ നോക്കട്ടെ. ബീഫ് ചാറ് പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ, നല്ല ചാറാക്കിയോണ്ട് നല്ലോണമുണ്ട്. ഇത് ചെറിയൊരു പീസ് എടുത്തിട്ട്, നല്ല ചൂടാണ്ടാ, നല്ല പൂ പോലെ വന്നിട്ടുണ്ട്. ഇനി കറീൻ്റെ വെറൈറ്റി പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം നിലവിൽ മസാലയെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ കറിയാക്കിയത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് വരട്ടിയെടുക്കണം. അപ്പോൾ ആ പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ശേഷം ഈ ബീഫ് മിക്സ് ആക്കി എടുക്കും. ഓക്കെ, കണ്ടില്ല നമ്മളെ ബീഫ് മിക്സല്ലേ. നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടി പോവാണ്. വെളുത്തുള്ളി ഇഞ്ചി, നമ്മുടെ പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഇനി നമുക്ക് ഇതാക്കി എടുക്കണം. കണ്ടില്ലേ, വെളിച്ചെണ്ണ ചൂടായി വരട്ടെ ഫ്രണ്ട്സ്. കണ്ടില്ലേ, നമ്മൾ വെളുത്തുള്ളി
അരിഞ്ഞു വെച്ചു. ആദ്യം നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത് കരിയാപ്പിലടാ. കരിയാപ്പില മൂപ്പിച്ചെടുക്കണം നമ്മൾ. ഉണ്ടല്ലേ, നല്ല വെട്ടിയും ചില്ലും പോലത്തെ കരിയാപ്പിലാണ്ട് ഇങ്ങനത്തെ സൗണ്ട് കേൾക്കുന്നതാ. അപ്പം ഇഞ്ചിയായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി, തക്കാളി, ഇഞ്ചി എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ അതേപോലെ തന്നെ വെളുത്തുള്ളി. അത് നമ്മൾ നേരെ ഇതിലേക്ക് ഇടാൻ വേണ്ടി പോവാം. മനസ്സിലെ ഇത് ചൂടായി വരട്ടെ. എന്താ ഇങ്ങനെ വരണ്ട് കിട്ടണം. ഈ ഉള്ളിയൊക്കെ വരണ്ട് വരട്ടെ. കട്ടായി. അപ്പം ഇനി നല്ലോണം അടുപ്പെല്ലാം കത്തിച്ച് കഴിഞ്ഞ് നല്ലോണം വരണ്ട് വരണം. കണ്ടില്ലേ? ഇനി ശരിക്കും തക്കാളി ഉള്ളിയെല്ലാം നല്ലോണം വരണ്ട് കിട്ടിയാലേ ഇതിൻ്റെ ഒരു മജാപ്പാപ്പായി വരുള്ളൂ അല്ലേ? നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മൾ പന്നിയാക്കണം ആക്കണം വിചാരിച്ചു. നമ്മൾ പന്നിയാക്കി. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ബീഫാക്കണം വിചാരിക്കുന്നത്. ബീഫാക്കി. അങ്ങനെ ഇനി ഇത് നല്ലോണം തിളച്ച് വരട്ടെ. ബീഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പന്നിയും ബീഫും ഏകദേശം നമ്മൾ ഒരേപോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. വലിയൊരു ടാസ്ക് ഒന്നുമില്ല. വീട്ടിൽ നമുക്ക് സുഖമായിട്ട് നാടൻ രീതിയിൽ നമ്മുടെ പന്നിയും ബീഫെല്ലാം ഉണ്ടാക്കാം. ഇന്നത്തെ മെയിൻ പരിപാടി നമ്മൾ ബീഫ്. നമ്മളെ അഖിലും അയ്പ്പനൊക്കെ ഇവിടെയുണ്ട്. അവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. കപ്പ തിളച്ച് വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയില്ലെല്ലാം തീർക്കാട്ടോ. കണ്ടില്ലേ? കപ്പ വെന്തോ നോക്കിക്കോ അയ്പ്പ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കപ്പ വെന്തോ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ സാധനം ഇടുന്ന് ചൂടായി വരുന്നുണ്ട്. ശരിക്കും ബന്ധം അളിയണം കേട്ടോ, എന്നാലേ ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റിലേക്ക് എത്തിപ്പെടും. കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി കപ്പ നമുക്ക് ഊറ്റാം. കപ്പ ഊറ്റി ഒന്ന് കാണിച്ചു കൊടുത്തടാ. ഇപ്പം നല്ലോണം കപ്പ ഊറ്റിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ നമ്മളിനി കടുകും വെളുത്തുള്ളി അല്ലേ, അതെല്ലാം ഇട്ടിട്ട് അരിഞ്ഞിട്ട് നമ്മളിനി ഇത് സെറ്റാക്കി എടുക്കും കേട്ടോ. ഉടക്കണം, അതാണ് മെയിൻ പരിപാടി. അപ്പം അതിൻ്റെ സമയം കൊണ്ട് ഞാൻ ഇവിടെ കണ്ടില്ലേ തേങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തേങ്ങാക്കൊത്ത് അഖിൽ ആ ടൈമിൽ ഇങ്ങനെ നമ്മളെ ഇളക്കുന്നുണ്ട് ഈ സാധനങ്ങളെല്ലാം. ഉണ്ടല്ലേ? ഇതേപോലെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ തേങ്ങാക്കൊത്ത് അരിഞ്ഞെടുക്കുന്നത്. തേങ്ങാക്കൊത്താണ് നമ്മളെ ബീഫ് കറീൻ്റെ മെയിൻ പരിപാടി കേട്ടോ. ബീഫ് കറിക്ക് ശരിക്കും തേങ്ങാക്കൊത്തിട്ടാൽ അതിൻ്റെ ഒരു പ്രത്യേകത ടേസ്റ്റൊക്കെ വരും. ഓക്കെ, ഇനി നമ്മളെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കറിയുടെ ഉണ്ട്. ഇന്ന് നമ്മളെ എണ്ണ കുറവായുണ്ട്. നമ്മളെ കയ്യിൽ ഇപ്പോൾ കുറച്ച് മറിഞ്ഞു താഴെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് കുറച്ച് നീക്കി വെച്ചിട്ട് ഈ തേങ്ങാക്കൊത്ത് ഇവിടെ ചൂടാക്കാനുള്ള പരിപാടിയാണ്. കണ്ടില്ലേ? ഈ ഉള്ളി അരിഞ്ഞതെല്ലാം ഇങ്ങോട്ട് കുറച്ച് നീക്കി വെച്ചിട്ട് ഈ വെളിച്ചെണ്ണയിലാണ് നമ്മൾ തേങ്ങാക്കൊത്തിന് നല്ല മൂപ്പിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അത് മൂപ്പിച്ചെടുക്കും. ഉണ്ടല്ലേ? ചില ആൾക്കാർ ചിലപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ആദ്യം തന്നെ ചിലപ്പോൾ ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ അങ്ങനെ ഇടാറില്ല. ലാസ്റ്റാണ് നമ്മൾ സാധാരണ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടില്ല. നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ ഉണ്ടാക്കുക ഭക്ഷണങ്ങളെ. അതാണ്. അതിലൊന്ന് അടുപ്പം തീ കത്തിക്കണടാ. ഫ്രണ്ട്സ്, ഇനി നമ്മൾ വെളുത്തുള്ളി തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, ഈ മൂപ്പിച്ചതിലേക്ക് നമ്മളിനി ആദ്യം കുറച്ച് ഗ്രേവി ഒഴിക്കാൻ വേണ്ടി പോവാണ്. അല്ലേ? ഇങ്ങനെ വരണ്ട് വരണം. ഇതിലേക്ക് നമ്മൾ ബീഫും കൂടെ തട്ടണം. ഇനി ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് ഇനി വേവിക്കണം. അതാണ് നമ്മുടെ മെയിൻ ടാസ്ക്. അന്നേരത്തേക്കാണ് ഈ കറി യഥാർത്ഥ ഒരു ബീഫ് കറിയാകും. മലബാർ ബീഫ് കറിയുടെ നോർമൽ മലബാർ ബീഫ് കറിയാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനെ നമ്മൾ കറിയാക്കുക. കണ്ടില്ലേ? നല്ല തീ പറന്ന ബീഫ് കറി. ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കണം. അപ്പോഴത്തേക്ക് ഈ കറി സെറ്റാവും. നമ്മളെ കറി ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ? നമ്മളെ കറി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് എടുത്ത് മാറ്റാൻ വേണ്ടി മാറ്റിക്കോ. നമ്മളെ അയ്പ്പൻ്റെ ഇത് കരക്കേക്ക് വെക്കാൻ വേണ്ടി പോകാം. അത് സൈഡിലേക്ക് വെച്ചോടാ. ഓക്കെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും കേട്ടോ. നിങ്ങൾ തെറ്റിയിരിക്കണ്ട. അവിടെ വെച്ചോ, അവിടെ തന്നെ വെച്ചോ. ഓക്കെ, നമ്മൾ ഇവിടേക്ക് പൊത്തി വെക്കാൻ വേണ്ടി പോകണം. അപ്പം ഇനി നമ്മൾ കപ്പയാണ് സെറ്റാക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ പാത്രം ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടി പോകാൻ. മനസ്സില്ല? ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കടുക് പൊട്ടിക്കാൻ. മനസ്സില്ല? പിന്നെ
ഈ അമൃതകൽപ്പേൻ്റെ ചെറിയൊരു പാക്കറ്റ് വെളിച്ചെണ്ണ കിട്ടി 200 ml ആണ് കേട്ടോ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചെറിയ വൺ ടൈം കുക്കിങ്ങിനൊക്കെ ഇങ്ങനത്തെ ചെറിയൊരു വെളിച്ചെണ്ണയാണ് ശരിക്കും പറഞ്ഞാൽ നല്ലത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം വെളിച്ചെണ്ണയുടെ ആവശ്യമില്ലല്ലോ, കുറച്ച് വെളിച്ചെണ്ണയല്ലേ വേണ്ടു. അപ്പോൾ അതിന് നോക്കിയപ്പോൾ ഒരു കടയിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് 200 ml വെളിച്ചെണ്ണ. അതുകൊണ്ട് നമ്മളെപ്പോലത്തെ കുക്ക് ചെയ്യുന്ന ആളുകൾക്ക് വെളിച്ചെണ്ണ അധികം നഷ്ടപ്പെടുകയും ചെയ്യുന്നില്ല, അധികം പൈസയും നഷ്ടപ്പെടില്ല. കണ്ടില്ലേ, അടിപൊളിയാണ്. ഇനി കടുകാണ് നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ അകിൽ വിറകെല്ലാം പൊട്ടിക്കുന്നുണ്ട്. നമ്മുടെ അടുപ്പത്ത് കപ്പൊക്കെ വറുത്തിടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ കപ്പ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ, പാത്രം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ കടുകിട്ട് മൂപ്പിക്കാൻ വേണ്ടി പോവാണ്. ഇനി കടുക് പൊട്ടട്ടെ നൈസായിട്ട്. ഇപ്പോൾ കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കരിയാപ്പിലയും കൂടി ഇടാം. എന്താ കരിയാപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ ഇടാം. ഇവിടെ മിക്സാക്കാൻ വേണ്ടി പോവാണ് കണ്ടല്ലേ. ഇനി ഇത് ഉടക്കണം നമ്മൾ കപ്പ. നമ്മളെ കപ്പയും കറിയൊക്കെ ഏകദേശം ആയി. ഇനി കഴിക്കാനുള്ള പാകത്തിലേക്ക് ആയി കേട്ടാ കണ്ടല്ലേ. ഇനി ഇളക്കിക്കോ. നമ്മുടെ ഇനി കപ്പ സെറ്റായി വന്നിട്ടുണ്ട് കണ്ടല്ലേ. നമ്മളെ അയ്പ്പൻ ആരാണ് കപ്പയൊക്കെ ആക്കാൻ. അയ്പ്പൻ ഒരു കില്ലാടിയായിട്ട് ഇറങ്ങിയോണ്ട് അതാ നല്ല കപ്പ. അഖിലും കൂടെ നമ്മളെ വിറകെത്തിക്കാൻ സഹായിച്ചുകൊണ്ട് അതും പരിപാടി ചെയ്യാനായിട്ടുണ്ട്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ സാധനം എന്തിനാ അറിയോ, ഇത് കപ്പ ഇടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അയ്പ്പൻ കൊണ്ടുവച്ചാണ്ടല്ലേ, കപ്പ ഇടിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി അടുപ്പൊക്കെ നമ്മൾ കെടുത്തി ഇടാം, അല്ലെങ്കിൽ ഈ പുഴ സൈഡല്ലേ വല്ല തീയും പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. കറിവേപ്പിലയുണ്ട്, കറിവേപ്പില ബാക്കിയുള്ളത് എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുപോകാം കണ്ടില്ലേ. നമ്മൾ കൊണ്ടുവന്ന് ഇതൊക്കെ നമ്മൾ തിരിച്ച് കൊണ്ടുപോകണം കേട്ടോ വീട്ടിലേക്ക്. ഇതൊക്കെ നമ്മൾ ചുമന്നിട്ടാണ് വന്നത്. ഇനി ഇവിടെ എല്ലാം ഇനി നമ്മൾ സെറ്റാക്കണം കേട്ടോ. ഇനി നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള പാകത്തിനാക്കിയിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രതീക്ഷ. നമ്മളിങ്ങനെ ഒരു എല്ലാ ടൈമിലും അല്ല, നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ചങ്ങായിമാരെല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മൾ വേറെ പരിപാടികളൊന്നുമില്ല, ഫുഡാക്കുക കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു സന്തോഷമല്ലേ എല്ലാവരും കൂടെ ഒത്തുചേരുമ്പോൾ ചങ്ങായിമാരൊക്കെ. അപ്പം അങ്ങനെയാണ് നമ്മുടെ പാചകം. നമ്മൾ ഒരു വട്ടം ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പ്രാവശ്യം നമ്മൾ ബീഫാക്കി. ഇനി അടുത്ത പ്രാവശ്യം വേറെ എന്തെങ്കിലും കുക്കിംഗ് ആയിട്ട് വരാം കഴിച്ചല്ലേ. ഇത് കപ്പ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കൊണ്ടുവന്നേ കണ്ടില്ലേ. ഇനി ഉടക്കണം ഇതിങ്ങനെ ഇട്ടിട്ട്. എന്നാ ആക്കിക്കോ. ഇപ്പം നമ്മൾ അവസാന ഘട്ട പരിപാടിയിലേക്കാണ് കേട്ടോ. കപ്പ ഉടക്കലാണ് നമ്മൾ അവസാന ഘട്ട പരിപാടി. അതെ, കപ്പ നല്ലോണം വെന്തിട്ടുണ്ട് കണ്ടല്ലേ. ഇത് നമ്മൾ കപ്പ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡിസൈനിന് കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബീഫ് കറിയാണ് നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമ്മളിവിടെ ബീഫ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. മറിഞ്ഞു പോകും, കുഴപ്പമില്ല. കുറച്ച് ഉള്ളിയൊക്കെ ഇവിടെ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ വെക്കാം കണ്ടില്ലേ. കുഴപ്പമൊന്നുമില്ല. അപ്പം അഖിലെ ഇപ്പം ഇരിക്കും. നമ്മളിവിടെ നമ്മൾ കഴിക്കാൻ തുടങ്ങുകയാണ്. നല്ല കപ്പ, നല്ല ബീഫും കപ്പയും കൂട്ടി നമ്മൾ അടിക്കാൻ വേണ്ടി പോകാം. എങ്ങനെയുണ്ട് ഇപ്പം അതില്? എങ്ങനെയുണ്ട് കപ്പ ബീഫ്? അടിപൊളിയല്ലേ ഫ്രണ്ട്സ്. നമ്മളെ അധ്വാനം രാവിലെ തുടങ്ങിയതാണ് നമ്മളെ പരിപാടി. അടിപൊളി കപ്പ, പിന്നെ അതേപോലെ തന്നെ നമ്മളെ ബീഫ് കറിയും നൈസായിട്ടുണ്ട്. അടിപൊളിയാണ് ഗൈസ്. നൈസ് കപ്പ, നൈസ് ബീഫ്, നല്ല കറി കേട്ടോ. കണ്ടില്ലേ, എല്ലാവരും എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ സ്വസ്ഥമായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ലോകത്ത്, വേറെ ആരുമില്ല. അടിപൊളിയായിട്ട് നമ്മൾ കറിയാക്കി നമ്മൾ കപ്പയാക്കി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗൈസ്. അടിപൊളി. നമ്മൾ ഭക്ഷണം കഴിച്ച് ഇനി പാത്രമെല്ലാം കഴുകി വെക്കുകയാണ്. ദാഗിൽ ഇവിടെ പാത്രം കഴുകുന്നുണ്ട്, അതേപോലെ നമ്മുടെ അയ്പ്പന ഇവിടുന്ന് കഴുകുന്നുണ്ട് പാത്രമൊക്കെ. പക്ഷെ എൻ്റെ കൈ മുറിഞ്ഞുകൊണ്ട് വെള്ളം നനയ്ക്കൽ കുറച്ച് ടാസ്ക്കാണ്. ഞാൻ പിന്നെ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇതൊന്ന് കെട്ടിയിടാം. അത്രയ്ക്കൊന്നുമില്ല, പക്ഷെ എന്നാലും
മുറിവ് വലിയ നീളത്തിൽ മുറിഞ്ഞു പോയി. അതുകൊണ്ട് പിന്നെ ഇനി പണിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇന്നും 2 ദിവസം ചിലപ്പോൾ ഇത് കൈക്ക് വെക്കേണ്ടി വരും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അടിപൊളിയായിട്ട് നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു. കണ്ടില്ല, ഇപ്പോൾ ഇരുന്ന പ്ലാസ്റ്റിക്കും കാര്യങ്ങളെല്ലാം നമ്മൾ തിരിച്ചു കൊണ്ടുപോകും. ഈ കുപ്പിയെല്ലാം കൊണ്ടുപോകും. എന്നിട്ട് ഹരിതകർമ്മസേനക്ക് കൊടുക്കും. നമ്മൾ ഈ പ്രകൃതിയിലൊന്നും പ്ലാസ്റ്റിക് ഒന്നും ഇടില്ല. അത് വേറെ കാര്യം. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. നൈസാണ്, അടിപൊളി കേട്ടോ. അടിപൊളി ബീഫും അടിപൊളി കപ്പയായിരുന്നു. നന്നായിട്ടുണ്ട്.